നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് വി.ഡി. സതീശനെയാണ്, പ്രതിപക്ഷ നേതാവായിരുന്നു വി.ഡി. സതീശനെയാണ് നിലവിൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും കുറച്ച് ഏറെ ദിവസങ്ങളിൽ മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നും ലാസ്റ്റ് ഇവരുടെ പ്രിയപ്പെട്ട നേതാവിനെ തന്നെയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇരിക്കൂർ മണ്ഡലത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഈ മുഖ്യമന്ത്രിയുമായി വിഷയത്തെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിരുന്നത്. ഏജാന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കൂർ മണ്ഡലത്തിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുമോ എന്നൊരു ആശങ്ക ആ അണികളിൽ ഉണ്ടായിരുന്നു. ആ അണികളിൽ നിന്നായിരുന്നു പിന്നീട് അവരും പറയുകയുണ്ടായി, കെ.സി. വേണുഗോപാൽ നിലവിൽ ഇരിക്കൂറിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും വോട്ട് നൽകില്ല, ഒരു കാരണവശാലും ജയിക്കില്ല എന്ന നിലയിൽ തന്നെ ഒരു സംസാരമുണ്ടായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു സസ്പെൻസ് എന്നതുപോലെ നിലവിൽ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ തിരഞ്ഞെടുക്കുകയും അത് വലിയ ഒരു ആഘോഷത്തിലേക്ക്, അണികൾക്ക് അത് വലിയൊരു ആഘോഷമാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാവിനെയാണ് നിലവിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ഇരിക്കൂറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അണികൾ നിലവിൽ നമ്മുടെ കൂടെയുണ്ട്, അവരോട് നമുക്ക് സംസാരിക്കേണ്ടത്. ചേട്ടാ, ഹാപ്പിയാണോ? ഹാപ്പി. എല്ലാവരും പ്രതീക്ഷ രീതിയിൽ തന്നെ കിട്ടിയല്ലേ? എല്ലാവരും പ്രതീക്ഷിച്ചു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ജനങ്ങളുടെ മനസ്സ് ഹൈക്കമാൻഡ് അടക്കം കണ്ടു. എല്ലാവരുടെ മനസ്സും വീഡിയോടൊപ്പമായിരുന്നു. നിലവിൽ കെ.സി. വേണുഗോപാൽ നിലവിൽ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു അഭ്യൂഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമില്ലാതെ അതൊക്കെ യാദൃശ്യമായിട്ടുണ്ടായ കാര്യങ്ങളാണ്. അതൊന്നും തീരുമാനമായിരുന്നില്ല. ചിലരുടെ മനസ്സിൽ തോന്നിയ വികാരങ്ങൾ മാത്രമാണ്. എന്തായാലും വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുന്നുള്ളത് ഉറപ്പായിരുന്നു അല്ലേ? സാധാരണ ജനങ്ങൾ ആഗ്രഹിച്ചത് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വി.ഡി. സതീശനെ അനുകൂലിച്ചുള്ള ഒരു പ്രകടനമാണിത്. എന്തായാലും ഇവരുടെ വിജയമാണിത്, അണികളുടെ വിജയമാണിത്. എന്തായാലും ഹൈക്കമാൻഡ് എല്ലാം കൊണ്ടും അണികളെ മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പട നയിച്ചവൻ കേരളം നയിക്കട്ടെ, അതുപോലെ തന്നെ സംഭവിച്ചു. പടം നയിച്ചവൻ കേരളത്തെ നയിക്കും എന്നതിൽ ഒരു സംശയവും ഇല്ല. ഒരു സസ്പെൻസ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. എന്തായാലും അണികളുടെ എല്ലാവരുടെയും ആവശ്യം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരണം എന്നതായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി 13ാമത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും അണികളൊക്കെ ഒരുപാട് സന്തോഷത്തിലും ഒരു ആഹ്ലാദത്തിലൊക്കെയാണ്. എന്തായാലും പയ്യാവൂർ UDF മണ്ഡലം കമ്മിറ്റിയുടെ ഒരു ആഘോഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരിക്കൂറിലെ ജനങ്ങളെയാണ്. ആ ഇരിക്കൂറിലെ ജനങ്ങൾക്ക് ഈ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു സ്ഥാനം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. വേറൊന്നുമല്ല, ആ ഒരു സ്ഥാനം എന്താണെന്ന് വെച്ചാൽ അവിടെയായിരുന്നു നിലവിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവിടെ മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന രീതിയിലുള്ള അഭ്യൂഹം നിലവിലുണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങളൊക്കെ അത് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് അണികളും പറയുന്നത്. ആ രീതിയിലൊക്കെ മാറി അവർക്ക് പ്രിയപ്പെട്ട നേതാവ് തന്നെ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു കാര്യമാണ്. കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാ മണ്ഡലങ്ങളിലും ഈ രീതിയിലുള്ള പ്രകടനം നടക്കുന്നുണ്ട്. പടക്കങ്ങൾ പൊട്ടിച്ചും മധുരങ്ങൾ കൊടുത്തും അതുപോലെ തന്നെ പ്രകടനങ്ങൾ വിളിച്ചും പടം നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ നിലവിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവരുടെ ആഘോഷ പ്രകടനമാണ് ഈ പയ്യാവൂരിൽ നടക്കുന്നത്. ഒരുപാട് കാത്തിരുന്ന അവസാനം നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് നല്ലൊരു പ്രഖ്യാപനമാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരത്തിലേറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത വരുന്ന 5 വർഷക്കാലം നമ്മുടെ വി.ഡി. സതീശൻ്റെ കൂടെ നമ്മുടെ കേരളത്തിന് സുസജ്ജമായി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ച് ലേറ്റ് ആവാം, എങ്കിലും തീരുമാനം എപ്പോഴും റൈറ്റ് ആയിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ജനാധിപത്യത്തിന് കരുത്തേകുന്ന, ജനാധിപത്യത്തിന് ശക്തി നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കൈക്കൊണ്ടത്. നമുക്കറിയാം, ഇതിനു മുൻപ് പല സംസ്ഥാനങ്ങളിലും നടന്ന ഇതുപോലുള്ള പ്രഖ്യാപനത്തെ കഴിഞ്ഞും തികച്ചും വ്യത്യസ്തമായിട്ട് കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിച്ചു. കോൺഗ്രസിൻ്റെ മനസ്സ്, കേരള ജനതയുടെ മനസ്സ് കോൺഗ്രസ് ഉൾക്കൊണ്ടു, നേതൃത്വം ഉൾക്കൊണ്ടു. അവർ പ്രഖ്യാപിച്ചു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടുത്ത 5 വർഷക്കാലം ഈ നാടിനെ ഭരിക്കുന്നത് ശ്രീ വി.ഡി. സതീശനായിരിക്കും.